പരിശുദ്ധ ബൈബിളിൽ എസെക്കിയേൽ പ്രവാചകനിലൂടെ ദൈവമായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നുണ്ട്. 18:32 ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ആരുടെയും മരണത്തിൽ ഞാൻ സന്തോഷിക്കുന്നില്ല, നിങ്ങൾ പശ്ചാത്തപിക്കുകയും ജീവിക്കുകയും ചെയ്യുവിൻ. ഇത് ദൈവത്തിൻ്റെ മനസ്സിൽ നിന്ന് പറയുന്ന ഒരു കാര്യമാണ്. ഞാൻ ആരുടെയും മരണത്തിൽ സന്തോഷിക്കുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, അപ്പോൾ മരണം എവിടെ നിന്ന് വരുന്നു എന്നൊരു ചോദ്യമുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, മരണം സംഭവിക്കുന്നത് പാപനിമിത്തമാണ്. മനുഷ്യരുടെ കഠിനമായ പാപനിമിത്തമാണ് മരണം സംഭവിക്കുന്നത്. അപ്പോൾ കർത്താവ് അതിന് സൊല്യൂഷൻ പറഞ്ഞത് ഇപ്രകാരമാണ്: നിങ്ങൾ പശ്ചാത്തപിക്കുകയും അനുദപിക്കുകയും ചെയ്താൽ മരണം നിങ്ങളെ സ്പർശിക്കുക ഇല്ല. അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് മരണം മനുഷ്യനിൽ പ്രവേശിക്കുന്നത്? പാപത്തിൻ്റെയും അശുദ്ധമായ ജീവിത രീതികളുടെയും ഫലമായി മനുഷ്യനിൽ വരുന്ന ദുരാത്മശക്തികളാണ് അവനെ മരണത്തിലേക്ക് നയിക്കുന്നത്. അത് നമ്മൾ വിശുദ്ധ ബൈബിളിലുടനീളം കാണുന്നു. ആത്മമണ്ഡലത്തിൽ സംഭവിക്കുന്ന പാപത്തിൻ്റെ ഫലമാണ് മരണം. ആത്മാവ് കൊണ്ടും ശരീരം കൊണ്ടും ചെയ്യുന്ന പാപത്തിൻ്റെ ഫലമാണ് മരണം. ദൈവത്തിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന ഒന്നല്ല മരണത്തിൻ്റെ ശക്തി. മനുഷ്യൻ ജീവിക്കുവാനും അവന് സമൃദ്ധി ഉണ്ടാകുവാനുമായിട്ടാണ് ദൈവം ആഗ്രഹിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് ദൈവമായ കർത്താവ് മനുഷ്യനായി വീണ്ടും വന്ന് നമ്മുടെ പാപങ്ങളും ശാപങ്ങളും രോഗങ്ങളും ബന്ധനങ്ങളെല്ലാം അവൻ സ്വയം വഹിച്ച് ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് 3-ാം നാൾ ഉദ്ധാനം ചെയ്തു. അങ്ങനെ എന്നേക്കുമായി മനുഷ്യൻ്റെ മേൽ മരണത്തിനുണ്ടായിരുന്ന ആധിപത്യം ദൈവമായ കർത്താവ് ഇവിടെ അവസാനിപ്പിച്ചു. അങ്ങനെ ദൈവം തൻ്റെ സ്നേഹം എന്നേക്കുമായി നമ്മളോട് പ്രകടമാക്കി. എന്നാൽ പരിശുദ്ധ ബൈബിളിൽ വീണ്ടും നമ്മൾ പരിശോധിച്ചാൽ കാണാൻ പറ്റും, പാവം യേശാത്ത വ്യക്തികളെ ദൈവം സ്വർഗത്തിലേക്ക് എടുത്തിട്ടുള്ളത് നമുക്ക് കാണാനായി പറ്റും. അങ്ങനെയുള്ള സംഭവങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ അവർക്ക് സമ്മാനങ്ങൾ കൊടുക്കുന്നതാണെന്ന്